പഠിത്തം കഴിയാറാകുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ പൊതുവെ ചെറുപ്പക്കാരോട് ചോദിക്കുന്ന ചോദ്യമാണ് പണിയൊന്നും ആയില്ല എന്നുള്ളത്. പഠിത്തം കഴിഞ്ഞു നിൽക്കുന്ന പണിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ആ ചോദ്യത്തിന് മുമ്പിൽ ഒന്ന് ചുളിയുകയും ചെയ്യും. എന്നാൽ പന്തളം തോട്ടക്കോണത്തുള്ള കുറച്ച് പിള്ളേർ അതിന് നിന്നില്ല. പഠിത്തം കഴിഞ്ഞ വഴി പണിക്കിറങ്ങി, അതും പാടത്തെ പണിക്ക്. പഠനം കഴിഞ്ഞു, ജോലിയായില്ല. പക്ഷെ ഇവർക്ക് വെറുതെ നിന്ന് സമയം കളയാനാവില്ല. എന്തു ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് കൃഷിയിലേക്ക് ഇറങ്ങാമെന്ന ചിന്ത ഉണർന്നത്. പന്തളം തോട്ടക്കോണം സ്വദേശികളായ അഖിലസ് പിള്ള, ഉമേഷ് കൃഷ്ണൻ, വിഷ്ണു, അഖിൽ വി നായർ, നിതിൻ എന്നിവരാണ് നെൽകൃഷി ആരംഭിച്ചത്. ഞങ്ങൾ തന്നെ ആയിരുന്നു ഒരു 3-4 വർഷമായിട്ട് ഈ കണ്ടത്തിലെ കൃഷിക്കാരുടെ കാര്യങ്ങളൊക്കെ ഇറങ്ങി സഹായിക്കുന്നത്. ഈ കണ്ടത്തിൽ തന്നെ ഡീ വാട്ടറിങ്ങിനാണെങ്കിൽ ഒരു പെട്ടിയും പറയാണ് വെച്ചിരിക്കുന്നത്. അത് എടുത്തുകൊണ്ട് വരികയും അതിൻ്റെ പ്രവർത്തനമൊക്കെ ഞങ്ങൾ തന്നെ ആയിരുന്നു ചെയ്യുന്നത്. അപ്പം അങ്ങനെ വന്ന് നമുക്കിതിനോടൊരു താല്പര്യം ഉണ്ടായി. പാടശേഖര സമിതി പ്രസിഡൻ്റ് അടുത്ത് ചോദിച്ചു, ചേട്ടാ ഞങ്ങൾക്ക് അടുത്ത തവണ ചെറിയ രീതിയിലൊരു കൃഷി ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞു, ഇവിടെ ആണെങ്കിൽ തരിശായിട്ട് കിടക്കുന്ന ഒരു 4 ഏക്കറോളം കണ്ടം കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളാണെങ്കിൽ അതിൻ്റെ കരവടച്ച രസീതും കാര്യങ്ങളും നമ്മൾ വാങ്ങിച്ചു തരാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിയാണ് നമുക്ക് കരവടച്ച രസീതും കാര്യങ്ങളും എടുത്തു തന്നു. അപ്പോൾ നമ്മളങ്ങനെ വന്നാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. നേരത്തെ കൃഷിക്കാരെ സഹായിച്ച് പരിചയമുണ്ട്. എങ്കിലും സ്വന്തം ഉത്തരവാദിത്വത്തിൽ കൃഷി ചെയ്യുന്നത് ഇതാദ്യമായാണ്. 100 മേനി കൊയ്യാമെന്ന പ്രതീക്ഷയോടെ വിത്ത് വിതച്ചെങ്കിലും ആദ്യ ശ്രമം പാളി. മഴ വില്ലനായി. ഞാറ് പാകമാകുന്നതിന് തൊട്ടു മുൻപായിരുന്നു മഴ. മുഴുവനും വെള്ളം കയറി. എന്നാൽ ശ്രമം ഉപേക്ഷിച്ചില്ല. ഡിസംബർ 13, 14, 15 തീയതികളിൽ ശക്തമായ മഴയായിരുന്നു. ഇവിടെ ഡീ വാട്ടറിങ്ങിന് സംവിധാനം ഇല്ലാത്തതും പിന്നെ അതുപോലെ തന്നെ വെള്ളം കയറി കിടക്കുക. ഞങ്ങൾ വിത്തിട്ട് ഞാറ് പാകമാകുന്നതിന് മുമ്പ് വെള്ളം കയറി വിത്ത് മൊത്തം ഒലിച്ചങ്ങ് പോയി. അപ്പോൾ അതിനുശേഷം 2ാമത് വിത്തിട്ടാണ് ഞങ്ങൾ ഇത്ര എത്തിച്ചിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് വെല്ലുവിളിയാകുന്നുണ്ട്. എങ്കിലും ചെറിയ ജോലികൾക്ക് പോയി അത്യാവശ്യം ചിലവുകൾ നടത്തുന്നു. പ്രദേശത്തെ മറ്റ് ക്ലബ്ബുകൾ ഇവരെ സഹായിക്കാൻ കൂടെയുണ്ട്. ഞാറ് നടുന്നതിനും ഇവരുടെ സഹായമുണ്ട്. കഴിഞ്ഞ ദിവസം GLPS തോട്ടക്കോണത്തെ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. രസമുണ്ട്. നമ്മളെല്ലാവരുടെ കൃഷി ചെയ്യുമ്പോൾ നമ്മളൊരു 4-5 പേര് അല്ല 6-7 പേര് നമ്മൾ എല്ലാവരുടെ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് രസം ഒരു ഇഷ്ടം കാണും. എല്ലാവരും ഉണ്ട്. നമുക്ക് അടുത്ത് തന്നെ നമുക്ക് മറ്റൊരു ക്ലബ്ബുണ്ട്. അവരുടെ ഈ കാണുന്ന ബാക്കി പാടശേഖരം, അവര് വെസ്റ്റേൺ ബോയ്സ് എന്ന് പറഞ്ഞു, നമ്മുടെ അടുത്ത് തന്നെയുള്ള ക്ലബ്ബ്. അവര് നമ്മളെ പരമാവധി അവരെ കൊണ്ട് പറ്റുന്ന പരമാവധി സഹായം അവര് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നു. എല്ലാം ചെയ്തു തരുന്നതും പറഞ്ഞു തരുന്നതും എല്ലാം അവരാ. കൃഷി ഓഫീസറുടെ സാന്നിധ്യത്തിൽ കുട്ടികളും കുട്ടി കർഷകരായി. അമ്പലപ്പുഴയിൽ നിന്നും മാന്നാറിൽ നിന്നുമാണ് വിത്തുകൾ എടുക്കുന്നത്. പാടത്ത് 100 മേനി വിളയിക്കും എന്ന് തന്നെയാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.